വിളിച്ചോ? വിളിച്ചു. എന്തിനാ അവളെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്? ഒരു സഹപ്രവർത്തകന്റെ കല്യാണം തീരുമാനിക്കുമ്പോ സന്തോഷം പങ്കുവെക്കാൻ വരുന്നതിൽ എന്താ ഇത്ര ബുദ്ധിമുട്ട്? അവൾക്ക് കണ്ടാ ബുദ്ധിമുട്ടുള്ള പലതും ഇവിടെ നടക്കുന്നുണ്ടോ? അമ്മ വെറുതെ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. മോനെ, എന്റെ അടുത്ത് നിന്റെ ദേഷ്യം വാശിയും ഒന്നും കാണിക്കല്ലേ. ആ രണ്ട് കാര്യത്തിലും ഞാൻ നിന്റെ അമ്മയാ. ഇപ്പൊ അമ്മ ആഗ്രഹിച്ച പോലെ ചടങ്ങ് നടക്കുന്നില്ലേ? പിന്നെതിനാ ആവശ്യമില്ലാതെ പാറുവിന്റെ കാര്യത്തിൽ വാശി കാണിക്കുന്നത്? ബാക്കിയുള്ളവർക്ക് ഞാൻ കാണിക്കുന്ന ആവശ്യമില്ലാത്ത ഒരു വാശിയാണെന്നേ തോന്നൂ. പക്ഷെ നിനക്കറിയാലോ എനിക്ക് വ്യക്തമായ കാരണമുണ്ടെന്ന്. നിന്റെ കൂടെ കുറെ നാൾ ഒരേ മുറിയിൽ താമസിച്ച പെണ്ണല്ലേ പാറു. അവൾക്ക് നിന്നോട് ഒരു തരത്തിലുമുള്ള ഇഷ്ടവും ഇല്ലെന്ന് എനിക്ക് ഉറപ്പ് വരുത്തണം. അതിന് ഈ ചടങ്ങിൽ അവള് പങ്കെടുക്കുന്ന എനിക്ക് കാണണം. അവളുടെ പ്രതികരണം വെച്ച് നിങ്ങൾ വെറും സുഹൃത്തുക്കളാണോ അതോ പാറു തുളസിക്കൊരു വെല്ലുവിളിയാകുമെന്ന് എനിക്ക് പറയാൻ പറ്റും. അമ്മ ഈ പ്ലാൻ ചെയ്യുന്നതൊക്കെ വെറുതെ ആവും. പാറു ഒരിക്കലും വരാൻ പോകുന്നില്ല. നമുക്ക് നോക്കാം. തൽക്കാലം നമുക്ക് ചടങ്ങ് നടക്കുന്നിടത്തേക്ക് പോവാം. ഇന്നാ ചടങ്ങ് തുടങ്ങിക്കോളൂ തിരുമേനി. ആരോ വരാനുണ്ടെന്ന് പറഞ്ഞിട്ട് ആളിപ്പോ എത്തും. ഞാൻ സംസാരിച്ചു. പ്രിയചേട്ടൻ അമ്മ പറയുന്ന കേട്ടാ പാറു ഇങ്ങോട്ട് വരുന്നാ തോന്നുന്നത്. പ്രിയം വരരുതെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടും അവള് വരൂ? എനിക്ക് തോന്നുന്നില്ല. പാറു വരുമെന്ന് അമ്മയ്ക്ക് നല്ല ഉറപ്പുണ്ടല്ലോടാ. അമ്മ എന്താണ് അവളോട് പറഞ്ഞത്? എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പാറു വരാൻ പോകുന്നില്ല. ഈശ്വര, ഇവിടെ നടക്കാൻ പോകുന്നതെല്ലാം താങ്ങാനുള്ള ശക്തി എനിക്കും പ്രിയചേട്ടനും തരണേ. വാ പാറു. നീ ആർക്കു വേണ്ടി കാത്തു നിൽക്കണമെന്ന് പറഞ്ഞപ്പോ മൂത്തവരാരെങ്കിലും ആണെന്നാ ഞാൻ കരുതിയത്. ഈ കുട്ടിക്ക് വേണ്ടിയാണോ ഞങ്ങളെല്ലാവരും കാത്തു നിർത്തിച്ചത്? അത്രയ്ക്ക് വേണ്ടപ്പെട്ട കുട്ടിയാണോ ഇത്? അതെ ശേഖരേട്ടാ, ഇവള് എനിക്ക് വളരെ വേണ്ടപ്പെട്ടവളാ. ശോഭ ഇവളെ കുറിച്ച് സംസാരിക്കുന്ന കേൾക്കുമ്പോ എന്തോ കുഴപ്പമുള്ള പോലെ തോന്നുന്നു. ഇവളെ കാണാനും കൊള്ളാം. എനിക്കെന്തോ പ്രശ്നമുള്ള പോലെ തോന്നുന്നുണ്ട്. നീ കുറച്ചു നേരം മിണ്ടാ നിക്ക്. നോക്കൂ, സാറെന്താ ഈ വഴിക്ക്? ഞാൻ പാർവതി അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന. പാറു കുറച്ചു മുമ്പ് ഓട്ടോ പിടിച്ച് അങ്ങോട്ടാ പോയല്ലോ. പോയോ? സർ, പാർവതി എവിടെ ജെനിഫർ? ഞാൻ അവളെ പിക്കാൻ വരുന്നു പറഞ്ഞല്ലേ? പാറുവിനെ പ്രിയന്റെ അമ്മ വിളിച്ചിരുന്നു. അവളോട് എത്രയും പെട്ടെന്ന് അമ്പലത്തിലേക്ക് ചെല്ലാൻ പറഞ്ഞു. പിന്നെ സാറ് വരാനും കുറച്ച് വൈകിയല്ലോ. വരുന്ന വഴിക്ക് കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അത് ശരി. പാർവതി എന്തായാലും അമ്പലത്തിലേക്ക് തന്നെയല്ലേ പോയത്. കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് പോ. സർ, പ്രിയന്റെ അമ്മ പാറുവിനോട് ഫോണിൽ സംസാരിക്കുന്നത് ഞങ്ങളും കേട്ടു. അവിടെ വലിയ എന്തോ പ്രശ്നം നടക്കാൻ പോവാന്നാ എനിക്ക് തോന്നുന്നത്. പ്രിയന്റെ അമ്മയ്ക്ക് പാർവതിയെ കുറിച്ച് ചില തെറ്റിദ്ധാരണകളുണ്ട്. അത് മാറിയ എല്ലാം ശരിയാവും. എന്ത് തെറ്റിദ്ധാരണകള്? പ്രിയനും പാർവതിയും തമ്മില് ഇഷ്ടത്തിലാണെന്നാണ് അവര് വിശ്വസിച്ചിരിക്കുന്നത്. പാർവതി അവിടെ ചെന്ന് ഒരു വിഷമവും ഇല്ലാതെ എല്ലാ ചടങ്ങുകളിലും പങ്കെടുത്ത അവരുടെ എല്ലാ സംശയവും തീരും. അതുകൊണ്ടാ ഞാൻ പാർവതിയെ വരാൻ നിർബന്ധിച്ച്. കർത്താവേ, പാറു അവിടെ പോയി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ അവളും പ്രിയനും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് കൈലാഷ് സാർ അറിയും. പിന്നെ അതിന്റെ പ്രശ്നം വേറെ ഉണ്ടാവുമല്ലോ.
എന്താ ജെന്നിഫർ ആലോചിക്കുന്ന? ഏയ് ഒന്നുമില്ല സർ. എന്നാ ഞാൻ പോട്ടെ. താൻ ടെൻഷൻ അടിക്കണ്ട. അവിടെ പ്രശ്നമൊന്നും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. അവിടെ എത്തിയ സാറ് തന്നെ വലിയൊരു പ്രശ്നമാവൂന്ന എന്റെ പേടി. കുടുംബത്തിലെ സ്ത്രീകൾ ആരെങ്കിലും വന്ന് വിളക്ക് കൊളുത്തിയാട്ടെ. പാറു മോളെ, നീ തന്നെ ഐശ്വര്യമായിട്ട് വിളക്ക് കൊളുത്ത്. കൊളുത്തു മോളെ. പത്രത്തിൽ മഞ്ഞളും കുങ്കുമവും വെക്കണം. ആരോടെങ്കിലും പോയി കൗണ്ടറിൽ നിന്ന് അത് വാങ്ങിക്കൊണ്ടുവരാൻ പറയും. ഞാൻ വാങ്ങിട്ട് വരാം. ഡി, നീ അവിടെ നിന്നാ മതി. പാറുമോളെ, നീ പോയി വാങ്ങിക്കൊണ്ടുവാ. പോയി കൊണ്ടുപോവാ മോളെ. അല്ലെങ്കിൽ നീ കാരണം ചടങ്ങ് വൈകി. വേഗം ചെല്ല്. വിളക്ക് കൊളുത്തുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് വീട്ടിലുള്ള പെൺകുട്ടികളല്ലേ? ദർശനമുള്ളപ്പോ ശോഭ എന്തിനാ പാറുവിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്? അതിന് മാത്രം എന്തെടുപ്പാ അവൾക്ക് ഈ കുടുംബത്തിനോടുള്ളത്? നീ ഇപ്പൊ അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കണ്ട. നമ്മളിപ്പോ അമ്പലത്തിലാ. ആവശ്യമില്ലാത്ത സങ്കല്പിച്ച കുട്ടി മനസ്സ് വിഷമിപ്പിക്കാതെ നല്ലത് നടക്കണേന്ന് പ്രാർത്ഥിക്കും. നിന്റെ അമ്മ എന്താടാ ഇങ്ങനെ പെരുമാറുന്നത്? പാറുവിനെ വേദനിപ്പിക്കാൻ വേണ്ടി മാത്രം അവളെ ഇവിടെ വിളിച്ചു വരുത്തിയത്. നിങ്ങൾ ഇവിടെ ഇരുന്നോളൂ.